എല്ലാ പ്രേക്ഷകർക്കും കേരള ഇൻസൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്നത് KS ഉദ്യോഗസ്ഥയായ ഡോക്ടർ ചിത്ര പി അരുണിമ. അവർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. അവർക്കിപ്പോൾ സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്. ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇതിന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷം എന്ന നിലയ്ക്ക് CPM കോൺഗ്രസോ ഒന്നും വരികയില്ല. അപ്പോൾ BJP തന്നെയാണ് ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് രസകരമായ കാര്യം. ഈ നടപടിക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളിൽ പ്രധാനപ്പെട്ടത് ഉദ്യോഗസ്ഥരോടുള്ള സമീപനം, അതായത് പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗസ്ഥരുള്ള ഗവൺമെൻറ്റിൻ്റെ സമീപനം. അടുത്തത് രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരം തീരുമാനങ്ങൾ. അതിലുപരി സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക വിശദീകരണം ഒന്നും ഉദ്യോഗസ്ഥരുടെ നിലപാടുമായി പൂർണ്ണമായിട്ട് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇവർ ചെയ്ത തെറ്റെന്താണ്? അതാണ് കൃത്യമായിട്ട് ജനങ്ങൾ ചോദിക്കുന്നത്. സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു അച്ചടക്ക നടപടിയാണ്. അച്ചടക്ക ലംഘനത്തിനെതിരെ സർക്കാർ പറഞ്ഞത് ഇവർ കേട്ടില്ല. അതായത് ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ തീരുമാനം പരിശോധിക്കാൻ വേണ്ടി UO നോട്ട് അയച്ചു. UO നോട്ട് എന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യൽ നോട്ട് ആഭ്യന്തര വകുപ്പിന് അയച്ചിട്ട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ഇതാണ് ഇവർ ചെയ്ത തെറ്റ്. അത് മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം മന്ത്രി ഒരു തീരുമാനം എടുത്താൽ അത് അതുപോലെ നടപ്പിലാക്കണം. അതിൻ്റെ മുന്നും പിന്നും ഒന്നും നോക്കാൻ പാടില്ല. നിയമകാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാൻ പാടില്ല എന്നതാണോ ഈ നാടിന് നൽകിയിരിക്കുന്ന സന്ദേശം? ഇവിടെ ഒരു സസ്പെൻഷൻ മാത്രമല്ല വിഷയം, കാരണമില്ലാതെ ഒരു സസ്പെൻഷൻ എന്നതാണ്. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് നിയമപരമായ ഒരു സംശയം ചോദിച്ചതിൻ്റെ പേരിൽ അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭരണ വകുപ്പിൽ തന്നെയാണിത്. ഭരണകാര്യങ്ങളിൽ സർക്കാരിനോടൊപ്പം നിൽക്കേണ്ട ഉദ്യോഗസ്ഥരെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന രീതി ഗവൺമെൻറ്റിന് അനുയോജ്യമാണോ എന്ന് ഇവർ കൂടി ചിന്തിക്കുക. ഇവിടെ മറ്റൊരു നിയമപരമായ വെല്ലുവിളിയുണ്ട്. ഈ ഉദ്യോഗസ്ഥ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി സസ്പെൻഷൻ റദ്ദാക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്താൽ ഈ മന്ത്രി രാജിവെക്കാൻ തയ്യാറാണോ? ഈ മന്ത്രിയുടെ തെറ്റ് മന്ത്രി തുറന്ന് സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് സർക്കാർ നടത്തുന്ന ഇത്തരം പ്രതികാര നടപടികൾ അവസാനിപ്പിക്കണം. ഈ ഗവൺമെൻറ്റിന് അത് ഭൂഷണമല്ല. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാന കാരണം ഡോക്ടർ ചിത്ര പി അരുണിമ എന്ന ഈ വനിതാ ഉദ്യോഗസ്ഥയുടെ പഠന മികവും PSC നേട്ടങ്ങളുമൊക്കെയാണ്. രാഷ്ട്രീയ പകപോക്കൾക്ക് വേണ്ടി സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കരുവാക്കിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.